തിരുവോണ നാളിൽ നാടൊട്ടുക്ക് മലയാളികൾ വിഭവ സമൃദ്ധമായ ഓണസദ്യ ഉണ്ണുമ്പോൾ വേറിട്ടൊരു ആചാര കഥയാണ് ആറന്മുളയ്ക്ക് പറയാനുള്ളത്. നൂറ്റാണ്ടുകളായി അന്നേ ദിവസം മുതിർന്ന കാരണവന്മാർ ഉണ്ണാവ്രതം അനുഷ്ഠിക്കുന്ന 3 കുടുംബങ്ങളുണ്ട് ഇവിടെ. ജലപാനം പോലും ഉപേക്ഷിച്ച ഇവർ ഈ വ്രതം നോൽക്കുന്നതിന് പിന്നിലെ ഐതിഹ്യവും വിശേഷങ്ങളും ഒന്ന് കണ്ടുവരാം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കാരാഴ്മ കൈസ്ഥാനികളായ തെക്കേടത്ത്, പുത്തേഴത്ത്, ചെറുകര കുടുംബങ്ങളിലെ കാരണവന്മാരാണ് തിരുവോണനാളിൽ വിഭവസമൃദ്ധമായ സദ്യ ഉപേക്ഷിച്ച് ഉണ്ണാവ്രതം അനുഷ്ഠിക്കുന്നത്. തിരുവോണനാളിൽ രാവിലെ മുതൽ ആറന്മുള ക്ഷേത്രത്തിലെ അത്താഴപൂജ കഴിയുന്നതുവരെ ഇവർ ജലപാനം പോലും ഉപേക്ഷിച്ച് വ്രതം നോൽക്കുന്നു. അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും ശാന്തിക്കാർ പ്രത്യേകമായി എത്തിച്ചു നൽകുന്ന നേദ്യം കഴിച്ചാണ് ഇവർ വ്രതം അവസാനിപ്പിക്കുന്നത്. ഈ കഠിന വ്രതത്തിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ട് ഓണനാളുകളിൽ കരക്കാർക്ക് നെല്ലളന്നു നൽകിയിരുന്നത് ഈ കാരാഴ്മ തറവാട്ടുകാരായിരുന്നു. അങ്ങനെ ഒരിക്കൽ നെല്ല് വാങ്ങാനെത്തിയ ഒരു പാവപ്പെട്ട സ്ത്രീ കനത്ത മഴ കാരണം തറവാട്ടുവളപ്പിലേക്ക് കയറാനാകാതെ പടിപ്പുരയ്ക്ക് പുറത്തു കിടന്ന് തണുത്തു വിറച്ചു മരിക്കാനിടയായി. തുടർന്ന് ഈ കുടുംബങ്ങളിൽ തുടർച്ചയായി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ നടത്തിയ ദേവപ്രശ്നത്തിലാണ് ദൈവകോപം കണ്ടെത്തിയത്. ഇതിനായുള്ള പ്രായശ്ചിത്ത പരിഹാരമായാണ് തിരുവോണനാളിൽ തറവാട്ടിലെ കാരണവന്മാർ ഉണ്ണാവ്രതം ആചരിക്കണമെന്ന് വിധിച്ചത്. അളന്ന് നെല്ല് കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഈ ഇല്ലങ്ങളിലെ കാരണന്മാർക്കായിരുന്നു. അവരുടെ അനർത്ഥം കൊണ്ടല്ലേ ഇതുണ്ടായത്. അവർ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ പാവപ്പെട്ടവരവിടെ മൂല വന്ന് വീണ് നെല്ല് കിട്ടാതെ വന്ന് അവിടെ നിന്ന് വീണ് മരിച്ചു പോയി. അന്നേരം അതിന് പ്രായശ്ചിത്തമായിട്ട് ഇതേ ഉള്ളു മാർഗം ഉണ്ണാവൃതം. ഈ 3 കുടുംബങ്ങളിലെയും കാരണവന്മാർ ഉണ്ണാവൃതമായിരിക്കുക എന്നന്നാണ് പ്രശ്നവശാൽ തെളിഞ്ഞ അങ്ങനെ അതിപ്പോഴും ആചരിച്ചു വരുന്നു. പ്രായാധിക്യം മൂലം കഷ്ടതകളുണ്ടെങ്കിലും സാധിക്കുന്നത്ര കാലം ആചാരം തുടരാൻ തന്നെയാണ് മുതിർന്ന കാരണവന്മാരുടെ തീരുമാനം. അത് കാലാവധിയൊന്നുമില്ല, നോക്കാവുന്നിടത്തോളം നോക്കുക. ഏതെങ്കിലും കാരണവശാൽ വ്രതം മുടങ്ങിയാൽ വീണ്ടും കുടുംബങ്ങളിൽ അനിഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കാലം എത്ര മാറിയെങ്കിലും ഇന്നും ഈ ഇല്ലങ്ങളിലെ കാരണവന്മാർ ഭക്തിയോടെയും കൃത്യതയോടെയും ഈ ഓണമുണ്ണാവ്രതം തുടർന്നു പോരുന്നു. ഓണമെന്നാൽ മലയാളികൾക്ക് സമൃദ്ധിയുടെയും ആഘോഷത്തിൻ്റെയും നാളുകളാണ്. എന്നാൽ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്തും തലമുറകളായി കൈമാറി വന്ന ആചാരങ്ങൾ അതേപടി പിന്തുടർന്നും തിരുവോണം ആഘോഷിക്കുകയാണ് ആറന്മുളയിലെ ഈ തറവാടുകൾ. ക്യാമറമാൻ രതീഷ് മഴബേശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.